നമസ്കാരം. ഹൈറേഞ്ച് വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. അടിമാലിയിൽ വയോധികയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ സംഭവത്തിലെ പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി പോലീസ് തെളിവെടുപ്പിനെത്തിച്ചു. പ്രതികളായ അലക്സിനെയും കവിതയെയും കഴിഞ്ഞ ദിവസം പോലീസ് കസ്റ്റഡിയിലെടുത്തത് പാലക്കാട് നിന്ന്. മോഷണ ശ്രമത്തിനിടെയാണ് പ്രതികൾ വയോധികയായ ഫാത്തിമയെ കൊലപ്പെടുത്തിയതെന്ന് ജില്ലാ പോലീസ് മേധാവി TK വിഷ്ണുപ്രദീപ്. കുമളിയിൽ നടന്ന വാഹനാപകടത്തിൽ 2 യുവാക്കൾക്ക് ദാരുണാന്ത്യം. മരിച്ചത് വണ്ടിപ്പെരിയാർ കന്നിമാർച്ചോല സ്വദേശികളായ അജയ്, സന്തോഷ് എന്നിവർ. അപകടം കുമളി ഹോളിഡേ ഹോമിന് സമീപം ജീപ്പും ബൈക്കും തമ്മിൽ കൂട്ടിയിടിച്ച. ഉപ്പുതറ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ പല ദിവസങ്ങളിലും ഡോക്ടർമാരില്ലെന്ന് പരാതി. ഡോക്ടർമാരുടെ അഭാവം പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് ദിവസേന 100 കണക്കിന് ആളുകൾ ആശ്രയിക്കുന്ന ആശുപത്രിയിൽ. കുടിവെള്ള പദ്ധതിയിൽ ആവശ്യത്തിന് വെള്ളമുണ്ടെങ്കിലും വൈദ്യുതി കണക്ഷൻ ഇല്ലാത്തതിനാൽ ശുദ്ധജലം ലഭിക്കാത്ത അവസ്ഥയിൽ നെടുങ്കണ്ടം DFO മിട്ട നിവാസികൾ. പ്രതിസന്ധിക്ക് കാരണം പദ്ധതി സ്ഥിതി ചെയ്യുന്ന പ്രദേശത്ത് വൈദ്യുതി കണക്ഷൻ ലഭ്യമാവാത്തത്. കുടിവെള്ളത്തിനായി ബുദ്ധിമുട്ടുന്നത് 50-ലധികം കുടുംബങ്ങൾ. വിശദമായ വാർത്തകളിലേക്ക്. അടിമാലിയിൽ വയോധികയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ സംഭവത്തിലെ പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി പോലീസ് തെളിവെടുപ്പിനെത്തിച്ചു. കൊല്ലം സ്വദേശികളായ അലക്സ്, കവിത എന്നിവരെ കഴിഞ്ഞ ദിവസം പോലീസ് പാലക്കാട് നിന്നും കസ്റ്റഡിയിലെടുത്തിരുന്നു. മോഷണ ശ്രമത്തിനിടെയാണ് പ്രതികൾ വയോധികയായ ഫാത്തിമയെ കൊലപ്പെടുത്തിയതെന്ന് ജില്ലാ പോലീസ് മേധാവി TK വിഷ്ണുപ്രദീപ് പറഞ്ഞു. ശനിയാഴ്ച വൈകിട്ടായിരുന്നു അടിമാലി ടൗണിന് സമീപം താമസിക്കുന്ന ഫാത്തിമയെ വീടിനുള്ളിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് കൊല്ലം സ്വദേശികളായ പ്രതികളെ പാലക്കാട് നിന്നും കസ്റ്റഡിയിലെടുക്കുന്നത്. മോഷണ ശ്രമത്തിനിടെയാണ് പ്രതികൾ വയോധികയായ ഫാത്തിമയെ കൊലപ്പെടുത്തിയതെന്ന് ജില്ലാ പോലീസ് മേധാവി TK വിഷ്ണുപ്രദീപ് പറഞ്ഞു. അപ്പോൾ കുറ്റസമ്മതപ്രകാരം അന്വേഷണം നടന്നു വരികയാണ്. 13-ാം തീയതി ഇവർ ഈ കുറച്ച് ദിവസങ്ങൾ മുമ്പ് തന്നെ ഈ വീടുമായിട്ട് ബന്ധപ്പെടുകയും ഈ മരിച്ച ഫാത്തിമ കാസിം എന്ന സ്ത്രീയുമായിട്ട് ഒരു സൗഹൃദം സ്ഥാപിക്കാൻ ശ്രമിക്കുകയും ചെയ്തതായി മനസ്സിലാക്കുന്നുണ്ട്. തുടർന്ന് 13-ാം തീയതി ഇവർ ഈ സ്ത്രീ അവിടെ മകൻ്റെ കൂടെയാണ് താമസിക്കുന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി സ്വർണ്ണാഭരണങ്ങൾ ധരിക്കാറുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ട് 13-ന് ഉച്ചയോടെ അവിടെ എത്തുകയും മകൻ ഏകദേശം എത്ര മണിക്ക് വരുമെന്നും തിരിച്ചു പോകുന്നതൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം ഇവർ സമീപത്തുള്ള വീടുകളൊക്കെ ആയിട്ട് സമയം ചെലവഴിക്കുകയും മകൻ പോയി എന്ന് മനസ്സിലാക്കിയ ശേഷം വീട്ടിലോട്ട് വന്നിട്ട് ഈ സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിക്കാനുള്ള ശ്രമം നടത്തുകയും ചെയ്യുകയുണ്ടായി. വെള്ളം ആവശ്യപ്പെട്ടിട്ട് അകത്തോട്ട് പോയി ഈ സ്ത്രീ അകത്തോട്ട് പോയപ്പോൾ പെട്ടെന്ന് ഇവരുടെ കഴുത്തിൽ കയറി പിടിക്കുകയും പിടിക്കാൻ ശ്രമിക്കുകയും മാല അഴിച്ചെടുക്കാൻ ശ്രമിക്കുകയും ചെയ്തു. പിന്നെ പ്രഷർ ഉപയോഗിച്ചിട്ട് ഇവരെ റൂമിലോട്ട് കൊണ്ടുപോയിട്ട് കയ്യിൽ കരുതിയുന്ന ആയുധം ഉപയോഗിച്ചിട്ട് കഴുത്ത് അകത്ത് കൊല ചെയ്യുകയാണ് ചെയ്തത്. ഈ ഇവർ ധരിച്ചിരുന്ന മാലയും മറ്റുമൊക്കെ ആയിട്ട് ഇവർ കടന്നു വന്നതിന് ശേഷം അടിമാലി തന്നെ ഒരു ധനകാര്യ സ്ഥാപനത്തിലോട്ട് പോയിട്ട് ആദ്യം ഉരിയെടുത്ത വള വിൽക്കാൻ ശ്രമിച്ചു. പക്ഷേ അതൊരു ഇമിറ്റേഷൻ ഗോൾഡാണെന്ന് മനസ്സിലാക്കിയിട്ട് മറ്റൊരു ധനകാര്യ സ്ഥാപനത്തിലോട്ട് പോയിട്ട് ഈ മാല ഏകദേശം 2 പവനോളം വരുന്ന മാല അവിടെ പണയം വെക്കുകയും ആ പൈസയായിട്ട് ഇവർ കടന്നുകളയാണ് ചെയ്തത്. സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് പറയുന്നത് ഇങ്ങനെ: അലക്സും കവിതയും സഹപാഠികളായിരുന്നു. ഇരുവരും വെവ്വേറെ വിവാഹിതരുമായിരുന്നു. ഏതാനും നാളുകൾക്ക് മുമ്പ് ഇരുവരും കണ്ടുമുട്ടുകയും പിന്നീട് ഒരുമിച്ച് ജീവിതം ആരംഭിക്കുകയും ചെയ്തു. ജോലി തിരക്കിയാണ് ഇവർ അടിമാലിയിലെത്തിയത്. ഈ മാസം 5-നായിരുന്നു ഇവർ അടിമാലിയിലെത്തിയത്. ടൗണിൽ ലോഡ്ജെടുത്ത് താമസം ആരംഭിച്ചു. വാടകയ്ക്ക് വീട് തിരയാനെന്ന വ്യാജേന ചുറ്റിത്തിരിയവെയാണ് ഇവർ കൊല്ലപ്പെട്ട ഫാത്തിമയുടെ അടുക്കിലെത്തുന്നതും അടുപ്പം സ്ഥാപിക്കുന്നതും. ഫാത്തിമയുടെ കൈവശം സ്വർണ്ണാഭരണമുള്ള വിവരം പ്രതികൾ നേരത്തെ മനസ്സിലാക്കി. സംഭവം നടന്ന ദിവസം ഇവർ ഫാത്തിമയുടെ വീടിന് സമീപമെത്തി ചുറ്റുപാട് നിരീക്ഷിച്ചു. മകൻ പുറത്തുപോയി ഫാത്തിമ തനിച്ചാണെന്ന് മനസ്സിലാക്കിയ ശേഷം പ്രതികൾ ഫാത്തിമയുടെ വീട്ടിലെത്തി. കുടിക്കാൻ വെള്ളം ആവശ്യപ്പെട്ടു. വയോധിക അകത്തേക്ക് പോയ തക്കം നോക്കി പ്രതികൾ വീടിനുള്ളിൽ വെച്ച മാലയിൽ പിടുത്തമിട്ട് ആക്രമിക്കുകയും കയ്യിൽ കരുതിയിരുന്ന ആയുധം ഉപയോഗിച്ച് കൊലപ്പെടുത്തുകയുമായിരുന്നു. ഫാത്തിമയുടെ ശരീരത്തിൽ നിന്നും 2 പവൻ തൂക്കം വരുന്ന മാലയും ഒരു കയ്യിൽ കിടന്നിരുന്ന വളയും മാലയിൽ കിടന്നിരുന്ന ലോക്കറ്റും മൊബൈൽ ഫോണും പ്രതികൾ കൈക്കലാക്കി. പിന്നീട് മാല അടിമാലിയിൽ തന്നെ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ പണയപ്പെടുത്തി 60,000 രൂപ സ്വന്തമാക്കി. വള മുക്കുപണ്ടമാണെന്ന് തിരിച്ചറിഞ്ഞതോടെ ഉപേക്ഷിച്ചു. സംഭവശേഷം ഇരുവരും ടാക്സി വിളിച്ച കോതമംഗലത്തെത്തി. അവിടെ നിന്ന് ബസ്സിൽ ആലുവയിലും എറണാകുളത്തുമെത്തി. തമിഴ്നാട്ടിലേക്ക് കടക്കുകയെന്ന ലക്ഷ്യത്തോടെ കഴിഞ്ഞ ദിവസം രാവിലെ പ്രതികൾ പാലക്കാട്ടേക്ക് യാത്ര തിരിച്ചു. സംശയത്തിന്റെ നിഴലിലായെന്ന് തിരിച്ചറിഞ്ഞതോടെ ഇരുവരും തൃശൂരിൽ വെച്ച മുടിവെട്ടി രൂപമാറ്റം വരുത്താൻ ശ്രമിച്ചു.
ഒടുവിൽ പാലക്കാട് മുകുന്ദപുരത്തു നിന്നും പോലീസ് പ്രതികളെ കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു. അടിമാലിയിൽ എത്തിച്ച് വിശദമായി ചോദ്യം ചെയ്തതോടെ പ്രതികൾ കുറ്റം സമ്മതിച്ചതായി പോലീസ് പറഞ്ഞു. ഇരുവരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം ഇവരെ സ്വർണം പണയപ്പെടുത്തിയ സ്ഥാപനത്തിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. കൃത്യം നടത്തിയ വീട്ടിലും ഇവരെ തെളിവെടുപ്പിനായി എത്തിക്കും. സ്വർണം പണയപ്പെടുത്തി ലഭിച്ച തുക ഉപയോഗിച്ച പ്രതികൾ ഒരു പഴയ മൊബൈൽ ഫോണും വാങ്ങിയിരുന്നു. സമീപവാസികളുടെയും മറ്റും മൊഴികൾ പ്രതികളിലേക്കെത്താൻ പോലീസിന് സഹായകരമായി. ഇരുവരെയും അടിമാലിയിൽ നിന്ന് കോതമംഗലത്തെത്തിച്ച ടാക്സി ഡ്രൈവർ നൽകിയ സൂചനകളും പ്രതികളിലേക്കെത്താൻ പോലീസിനെ സഹായിച്ചു. ഇടുക്കി ഡിവൈഎസ്പി സാജു വർഗീസിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക പോലീസ് സംഘമാണ് പ്രതികളെ കസ്റ്റഡിയിൽ എടുത്തത്. കുമളിയിൽ നടന്ന വാഹനാപകടത്തിൽ 2 യുവാക്കൾക്ക് ദാരുണാന്ത്യം. വണ്ടിപ്പെരിയാർ കന്നിമാർച്ചോല സ്വദേശികളായ അജയ്, സന്തോഷ് എന്നിവരാണ് മരിച്ചത്. കുമളി ഹോളിഡേ ഹോമിന് സമീപം ജീപ്പും ബൈക്കും തമ്മിൽ കൂട്ടിയിടിച്ചായിരുന്നു അപകടം. വണ്ടിപ്പെരിയാർ കന്നിമാർച്ചോല സ്വദേശികളായ അജയ്, സന്തോഷ് എന്നിവരാണ് മരിച്ചത്. ഇരുവരും സംഭവ സ്ഥലത്ത് വെച്ചു തന്നെ മരിച്ചിരുന്നു. ബൈക്കിൽ ഇവർക്കൊപ്പം ഉണ്ടായിരുന്ന സുഹൃത്ത് അരുണിനെ ഗുരുതരമായി പരിക്കേറ്റതിനെ തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. കുമളി ഹോളിഡേ ഹോമിന് സമീപമുള്ള വളവിലാണ് അപകടം നടന്നത്. വെള്ളാരംകുന്നിൽ നിന്നും കുമളിയിലേക്ക് വരികയായിരുന്ന ജീപ്പും കുമളിയിൽ നിന്നും കന്നിമാർച്ചോലയിലേക്ക് പോയ ബൈക്കും തമ്മിലാണ് കൂട്ടിയിടിച്ചത്. ബൈക്കിന്റെ അമിത വേഗതയാകാം അപകട കാരണമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ഉപ്പുതറ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ പല ദിവസങ്ങളിലും ഡോക്ടർമാർ ഇല്ലെന്ന് പരാതി. ദിവസേന 100 കണക്കിന് ആളുകൾ ആശ്രയിക്കുന്ന ആശുപത്രിയിലാണ് ഡോക്ടർമാരുടെ അഭാവം പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. ഉപ്പുതറ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ എത്തുന്ന രോഗികൾ പലപ്പോഴും നിരാശരായി മടങ്ങുകയാണ്. OP ടിക്കറ്റ് എടുത്ത് ഡോക്ടറെ കാണാനിരുന്നിട്ടും ഡോക്ടർ എത്താതായതോടെ വനിതാ ഡോക്ടറെ രോഗികൾ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു. ഇപ്പോൾ എത്താമെന്ന മറുപടിയാണ് ഡോക്ടർ നൽകിയത്. ഏറെ നേരം കഴിഞ്ഞിട്ടും ഡോക്ടർ എത്താതായതോടെ ഫോണിൽ വീണ്ടും വിളിച്ചെങ്കിലും ഫോൺ സ്വിച്ച് ഓഫ് ആണെന്ന മറുപടിയാണ് രോഗികൾക്ക് ലഭിച്ചത്. പിന്നീട് നഴ്സുമാരോട് വിവരം തിരക്കിയപ്പോൾ അറിയില്ലെന്ന മറുപടിയാണ് ഇവർ നൽകിയതെന്നും രോഗികൾ പറയുന്നു. രാവിലെ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു പറഞ്ഞു. ഇത്രയും ജനങ്ങള് തിങ്ങിപ്പാർക്കുന്ന ഈ ഒരു പ്രദേശത്ത്, ഈ ആശ്രയിക്കുന്ന ഈ ഒരു ഹോസ്പിറ്റലിൽ ഒരു ഡോക്ടർ മാത്രമാണ് ഇപ്പം നിലവിൽ ഉണ്ടായിരുന്നത്. സുരേഷ് ഡോക്ടർ മാത്രമായിരുന്നു രാവിലെ തൊട്ട് ഉണ്ടായിരുന്നത്. ഉച്ചകഴിഞ്ഞ് ഞങ്ങളിവിടെ വന്ന് ഒരു കൊച്ചിനെയായിട്ട് ഇവിടെ വന്ന് ഡോക്ടർ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഡോക്ടർ ഇല്ല, ഡോക്ടർ വരുന്ന കാര്യം ഇൻഫോം ചെയ്തിട്ടില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ ഡോക്ടറുടെ നമ്പർ മേടിച്ച് ഫോണിൽ ഡോക്ടറെ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഫോൺ സ്വിച്ച് ഓഫ് ആണ്. ഡോക്ടർമാർ എത്താതായതോടെ കൈക്കുഞ്ഞുങ്ങളുമായി എത്തിയ സ്ത്രീകളും വൃദ്ധജനങ്ങളും ഉൾപ്പെടെ വലഞ്ഞതായും രോഗികൾ പരാതി ഉന്നയിച്ചു. ഈ കൊച്ചിനെ കൊണ്ട് കുഞ്ഞു കുട്ടികളാണ്. ഈ കൊച്ചു കുട്ടികളെ കൊണ്ട് വരുമ്പോൾ ഇവിടെ സിസ്റ്റർമാര് ഇവിടെ ഡോക്ടർ ഇല്ലെന്ന് തന്നെ പറഞ്ഞു വിടണം. അല്ലെങ്കിൽ ഡോക്ടറെ വിളിക്കണം. ഡോക്ടറെ വിളിച്ചിട്ട് സിസ്റ്റർമാർ വിളിച്ചിട്ട് പോലെ സ്വിച്ച് ഓഫ്. വേറെ ഡോക്ടർ ഉച്ച കഴിഞ്ഞ് വരുമെന്ന് പറഞ്ഞ ഡോക്ടർ വന്നിട്ടില്ല. ഈ ബാക്കിയുള്ള ആളുകൾ, എമർജൻസി വരുന്ന ആളുകൾ സിസ്റ്റർമാരല്ലെങ്കിൽ ഉടനെ ഡോക്ടറെ വിളിച്ചിട്ട് ഡോക്ടർ അത് ഈ ഫോൺ എടുക്കാൻ സന്നദ്ധനാണല്ലോ, അതുപോലെ എടുക്കുന്നില്ല. ഇദ്ദേഹം വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. ഇതാണ് അതിൻ്റെ കാര്യങ്ങൾ. പറ്റിയാണെങ്കിൽ പറ്റിയാലെന്ന് തന്നെ പറഞ്ഞുകൊണ്ട് ഈ കൊച്ചു കുട്ടിയൊക്കെ വെച്ച് നമുക്ക് ഇവിടെ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റുമോ? ഡോക്ടർ ഇപ്പോൾ വരുമെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇതുവരെ വന്നിട്ടില്ലല്ലോ, ഇത്ര സമയങ്ങളായി. ഇതാണ് അതിൻ്റെ കാര്യങ്ങൾ. തോട്ടം മേഖലയിൽ നിന്നും കണ്ണമ്പടി ആദിവാസി മേഖലയിൽ നിന്നുമുള്ള ആളുകളാണ് കൂടുതലായും ഉപ്പുതറ സർക്കാർ ആശുപത്രിയെ ആശ്രയിക്കുന്നത്. ദിവസങ്ങളായി ഉപ്പുതറ സർക്കാർ ആശുപത്രിയിൽ എത്തുന്ന രോഗികളെ പരിചരിക്കുവാൻ ഡോക്ടർമാർ ഇല്ലാത്തത് കടുത്ത പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നതെന്ന് നാട്ടുകാർ പറഞ്ഞു. നിലവിൽ 4 ഡോക്ടർമാരാണ് ഉപ്പുതറ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ഉള്ളത്. ഇതിൽ 2 ഡോക്ടർമാർ സ്ഥലം മാറിപ്പോയിട്ട് 6 മാസമായി. എന്നാൽ പകരം 2 ഡോക്ടർമാർ ചാർജ് എടുത്തെങ്കിലും ഇവർ ആശുപത്രിയിൽ എത്താറില്ല. ഈ സാഹചര്യത്തിൽ 2 ഡോക്ടർമാരാണ് രോഗികളെ പരിശോധിക്കുന്നത്. രാവിലെ 9 മണി മുതൽ 1 മണി വരെ ഒരു ഡോക്ടറും 2 മണി മുതൽ 6 മണി വരെ മറ്റൊരു ഡോക്ടറുമാണ് രോഗികളെ പരിശോധിക്കുന്നത്. ഉപ്പുതറയിൽ NDA പഞ്ചായത്ത് കൺവെൻഷൻ നടന്നു. BJP ജില്ലാ വൈസ് പ്രസിഡന്റ് K. കുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഉപ്പുതറ മരിയൻ ഓഡിറ്റോറിയത്തിലാണ് NDA കൺവെൻഷൻ നടന്നത്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തെപ്പറ്റി അവലോകനം നടത്താനും വിവിധ മേഖലകളെപ്പറ്റി ചർച്ച ചെയ്യാനുമായിട്ടായിരുന്നു പരിപാടി. BJP ജില്ലാ വൈസ് പ്രസിഡന്റ് K. കുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയിലെ എല്ലാ സ്ഥലങ്ങളിലും നടക്കുന്ന പരിപാടികളിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി കാണാൻ ലക്ഷക്കണക്കിന് ആളുകൾ ഒരു നോക്ക് കാണാൻ തടിച്ചുകൂടി നിൽക്കുന്നു. BJPയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാരിന് അല്ല, ആ സർക്കാർ 5 വർഷക്കാല ഭരണത്തെ പോലെ സർക്കാരിന്റെ പുറകിൽ കേരളത്തിൽ നിന്നും പ്രാതിനിധ്യം ഉണ്ടാകണമെന്നുള്ള ദൃഢനിശ്ചയത്തോടുകൂടി തന്നെയാണ് ദേശീയ ജനാധിപത്യ സഖ്യം ഇന്ന് കേരളത്തിൽ മത്സരിച്ചുകൊണ്ടിരിക്കുന്നത്. 400+ എന്നുള്ള ആ ലക്ഷ്യം ഇടുക്കി ജില്ലയിൽ കാർഷിക മേഖല തകർത്ത
വികസന വിരോധികളായിട്ടുള്ള ഇടതിന്റെയും വലതിന്റെയും നേതാക്കന്മാരെ, ഇടതിന്റെയും വലതിന്റെ സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഈ ജില്ലയിൽ വൻപിച്ച മുന്നേറ്റം ഉണ്ടാകുവാൻ 400+ വരുമ്പോൾ 4 സംഖ്യയിൽ ഈ സംഗീത വിശ്വനാഥനെ വിജയിപ്പിക്കേണ്ട ആവശ്യകതയാണുള്ളത്. പരിപാടിയിൽ ജില്ലാ സെക്രട്ടറി എ വി മുരളീധരൻ മുഖ്യപ്രഭാഷണം നടത്തി. മണ്ഡലം പ്രസിഡന്റ് സന്തോഷ് കൃഷ്ണൻ, ജെയിംസ് ജോസഫ്, കെ രാജപ്പൻ, സ്റ്റീഫൻ ഐസക്, റെജി വട്ടക്കുഴി, എ ബി സുനിൽ, കുര്യാക്കോസ്, കെ ശിവദാസൻ എന്നിവർ സംസാരിച്ചു. വാത്തിക്കുടി പഞ്ചായത്തിലെ നിർധന കുടുംബത്തിന് കുടിവെള്ള കണക്ഷൻ നിഷേധിക്കുന്നതായി പരാതി. കുടുംബത്തിന് കുടിവെള്ള കണക്ഷൻ കൊടുക്കണമെന്ന ജില്ലാ കളക്ടറുടെ നിർദ്ദേശമുണ്ടായിട്ടും ജലനിധി പദ്ധതിയുടെ നടത്തിപ്പുകാർ നിഷേധാത്മക നിലപാട് സ്വീകരിക്കുന്നെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. വാത്തിക്കുടി പഞ്ചായത്തിലെ 13-ാം വാർഡിൽ ഉൾപ്പെടുന്ന സ്ഥലവാസിയായ കുളത്തിങ്കൽ ജോസിന്റെ കുടുംബമാണ് കുടിവെള്ള കണക്ഷൻ നിഷേധിച്ചതിനാൽ ബുദ്ധിമുട്ടിലായിരിക്കുന്നത്. ഹൃദ്രോഗിയും ശ്വാസമുട്ടലുമുള്ള ജോസിന്റെ ഭാര്യ കൂലിപ്പണി ചെയ്താണ് വീട്ടുചിലവും ചികിത്സാ ചെലവും കണ്ടെത്തുന്നത്. വർഷങ്ങളായി ഇവർ വാടക വീട്ടിലാണ് കഴിയുന്നത്. കൂലിപ്പണിയുടെ വരുമാനത്താൽ വാടകയും മറ്റു ചിലവുകളും നടത്താൻ കഴിയാതെ വന്ന സാഹചര്യത്തിൽ ലോണെടുത്തും നാട്ടുകാരുടെ സഹായങ്ങളും കൊണ്ടും 4 സെന്റ് പുരയിടം വാങ്ങുകയും ഒരു ചെറിയ ഷെഡ് നിർമ്മിക്കുകയും ചെയ്തു. എന്നാൽ ഈ പുരയിടം വാങ്ങുമ്പോഴുള്ള ജലനിധി പദ്ധതിയുടെ കണക്ഷൻ യാതൊരു കാരണവുമില്ലാതെ കട്ട് ചെയ്തു മാറ്റുകയും പുനർസ്ഥാപിച്ചു നൽകാൻ അധികൃതർ തയ്യാറാകുന്നുമില്ലെന്ന് വീട്ടുടമ പറയുന്നു. വാത്തിക്കുടി പഞ്ചായത്തിൽ 14-ാം വാർഡിൽ 6 വർഷമായിട്ട് വാടകയ്ക്ക് താമസിക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ. എൻ്റെ ഭർത്താവിന് 6 വർഷം മുമ്പേ അറ്റാക്ക് വന്നു, ശ്വാസം മുട്ടലുണ്ട്. ഞാൻ കൂലിപ്പണിക്ക് പോയാണ് എൻ്റെ വീട് നടത്തുന്നത്. അപ്പോൾ ഞങ്ങൾ നാട്ടുകാരുടെ സഹായം കൊണ്ടും പണിത് ലോണൊക്കെ എടുത്തും ഞാനൊരു 4 സെൻറ്റ് സ്ഥലം മേടിച്ചായിരുന്നു. അവിടെ ഞങ്ങൾ ആ സ്ഥലം മേടിക്കുമ്പോൾ ഞങ്ങൾക്കൊരു വെള്ളത്തിൻ്റെ കണക്ഷൻ ഉള്ളതാണ്. അത് ബ്ലോക്കിൻ്റെ SC/ST ഫണ്ടിൽ നിന്നുള്ളൊരു കണക്ഷനായിരുന്നു. അത് പഴയ ബ്ലോക്ക് മെമ്പറാണ്. ഞങ്ങൾക്ക് ഈ സ്ഥലം മേടിച്ചപ്പം അത് ഞങ്ങളുടേതായ ഈ എഴുത്ത് കാര്യങ്ങളിലെല്ലാം ബ്ലോക്ക് മെമ്പറാണ് ഞങ്ങളെ സഹായിച്ച് ഒന്നാം സാക്ഷിയാക്കി എല്ലാം എഴുതി തന്നതെല്ലാം ഞങ്ങൾക്ക് അദ്ദേഹം ഈ വെള്ളവും ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്തതായിരുന്നു. പക്ഷേ 2 വർഷം മുമ്പേ അത് ബ്ലോക്കിലേക്ക് അത് SC/STയുടെ ഫണ്ടിലേക്കാക്കി അവരെടുത്തു എന്നും പറഞ്ഞ് ഞങ്ങളെ ഈ കണക്ഷനിൽ നിന്നത് ഒഴിവാക്കി. അപ്പം ഞങ്ങൾക്ക് തരാമോ എന്ന് ചോദിച്ചപ്പോൾ അത് SC/STയുടെ ആയതുകൊണ്ട് തരാൻ പറ്റത്തില്ല എന്ന് അവർ പറഞ്ഞു. അപ്പം ഞങ്ങളുടെ ഉള്ള കണക്ഷൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് SC/STയെ കൂടാതെ കുറേയേറെ ജനറലായിട്ടുള്ള 30-35 ആൾക്കാർക്കും ഈ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇങ്ങോട്ട് താമസിക്കണമെങ്കിൽ വെള്ളമില്ലാതെ പറ്റുകയില്ല. ഈ ഷെഡ് പണിതെന്ന് പറഞ്ഞാൽ നാട്ടുകാരുടെ സഹായം കൊണ്ട് തന്നെയാണ് ഞങ്ങളെ ഈ ഷെഡ് പണിത്. ഈ വാടക 4000 രൂപയോളം കൊടുക്കണം. കറണ്ട് ബില്ല് എല്ലാം കൂടെ ആകുമ്പോൾ മാസം 5000 രൂപയോളം എനിക്ക് ചിലവ് വരുന്നുണ്ട്. അതൊക്കെ താങ്ങാനൊക്കെ ഒത്തിരി പാടാണ്. ഈ 2 മാസമായിട്ട് പണിയില്ല. ഒത്തിരിയേറെ കഷ്ടത്തിലാണ്. ലോണുകളും കുടുംബശ്രീ ലോണ് അങ്ങനെയുള്ള വ്യക്തിപരമായിട്ടുള്ള ഒത്തിരി ലോണുകൾ, ആശുപത്രി കേസിൻ്റെ എല്ലാം ഉള്ളത് കൊണ്ടെല്ലാം ഒത്തിരി പാടായിട്ടാണ് എനിക്ക് വരുന്നത്. താങ്ങാവുന്നതിലപ്പുറം കടബാധ്യതകളുണ്ട്. അപ്പോൾ എങ്ങനെയാലും ഈ ഷെഡിനകത്തോട്ടൊന്ന് കയറി താമസിക്കുക എന്നോർത്താണ്. ഞങ്ങൾ ഷെഡിലേക്ക് മാറിക്കഴിഞ്ഞാൽ തന്നെ ഒരു 5000 രൂപയോളം ഞങ്ങൾക്ക് അതിനകത്തുനിന്ന് മിച്ചം പിടിച്ച് ബാക്കി കാര്യങ്ങൾ നടത്താൻ പറ്റും. അത് ഇവർ ജീവൻ പോയ വെള്ളത്തിൽ ഒരു കാരണമൊന്നും പറയുന്നില്ല. കണക്ഷൻ പുനഃസ്ഥാപിക്കുന്നതിനായി കുടുംബം കളക്ടറെ സമീപിക്കുകയും കളക്ടർ കുടുംബത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കണമെന്ന് പഞ്ചായത്ത് സെക്രട്ടറിയോട് നിർദ്ദേശിക്കുകയും ചെയ്തു. പഞ്ചായത്ത് സെക്രട്ടറി പദ്ധതിയുടെ നടത്തിപ്പുകാരായ പ്രസിഡന്റിനെയും സെക്രട്ടറിയെയും കണ്ട് സംസാരിച്ചപ്പോൾ പ്രസിഡന്റ് കണക്ഷൻ കൊടുക്കണമെന്നും സെക്രട്ടറി കൊടുക്കാൻ സാധിക്കില്ലെന്നുമുള്ള നിലപാടാണ് സ്വീകരിച്ചതെന്നും കുടുംബം ആരോപിക്കുന്നു. ഞങ്ങൾക്ക് ജലനിധിയുടെ കണക്ഷൻ കിട്ടുന്നതിന്, വെള്ളം കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ആദ്യം ജലനിധിയുടെ പ്രസിഡന്റിനെ ചെന്ന് കാണും. പ്രസിഡന്റ് അത് സമ്മതിച്ച് ഞങ്ങൾക്ക് തരാം എന്ന് പറഞ്ഞ കാരണം ഞങ്ങൾ ജലനിധിയുടെ സെക്രട്ടറിയെ ചെന്ന് കണ്ടു. സെക്രട്ടറി ഒരു കാരണവശാലും തരികയില്ല എന്ന് പറഞ്ഞ കാരണം ഞങ്ങൾ കളക്ടറെ അടുത്ത് പോയി. കളക്ടർ അവിടുന്ന് പഞ്ചായത്ത് സെക്രട്ടറിക്ക് ഓർഡർ ഇട്ടു ഇത് പരിഹരിച്ച് കൊടുക്കാനും പറഞ്ഞു. ആ സെക്രട്ടറി ഞങ്ങളെ നേരിട്ട് വിളിക്കുകയൊന്നും ചെയ്തിട്ടില്ല. നേരിട്ട് വിളിക്കാതെ ഈ ജലനിധിയുടെ പ്രസിഡന്റിന് പ്രശ്നം പരിഹരിച്ച് കൊടുക്കാനും പറഞ്ഞു വിട്ടു. അത് ഇതുവരെയായിട്ട് ഞങ്ങൾക്ക് തന്നിട്ടില്ല. കാരണം ദൈവത്തെ ഓർത്ത് ഞങ്ങൾക്ക് ഈ ബന്ധപ്പെട്ട അധികാരികൾ ഈ ഇതൊന്ന് വെള്ളം ഞങ്ങൾക്ക് കിട്ടണം. എങ്ങനെയെങ്കിലും പ്രശ്നങ്ങൾ പരിഹരിച്ചു തരാൻ ബന്ധപ്പെട്ട അധികൃതർ തയ്യാറാകണമെന്നാണ് ഈ നിർധന കുടുംബത്തിന്റെ ആവശ്യം. കട്ടപ്പന വെള്ളിയാങ്കുടിയിൽ വാഹന അപകടം. കട്ടപ്പന ഭാഗത്തു നിന്നും വന്ന ഇരുചക്ര വാഹനം ഓവർടേക്ക് ചെയ്യുന്നതിനിടയിൽ ഓട്ടോറിക്ഷയിൽ ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ പരിക്കേറ്റ ബൈക്ക് യാത്രികനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വെള്ളിയാങ്കുടി സ്കൈറോക്ക് ഓഡിറ്റോറിയത്തിന് സമീപമാണ് അപകടമുണ്ടായത്.
പരിക്കേറ്റ വെള്ളിയാങ്കുടി സ്വദേശിയായ ബൈക്ക് യാത്രികനെ കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കട്ടപ്പനയിൽ നിന്നും ഓട്ടോയിലെത്തിയവരെ ഇറക്കിയ ശേഷം പണം വാങ്ങുന്നതിനിടയിൽ ഇരുചക്രവാഹനം ഓട്ടോയിൽ ഇടിക്കുകയായിരുന്നുവെന്ന് ഓട്ടോറിക്ഷ ഡ്രൈവർ പറഞ്ഞു. അപകടത്തിൽ ഇരുചക്രവാഹനത്തിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു. ഓട്ടോറിക്ഷയുടെ ഒരു ഭാഗത്തും കാര്യമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. അപകടത്തെ തുടർന്ന് കട്ടപ്പനയിൽ നിന്നും പോലീസ് സ്ഥലത്തെത്തി വാഹനങ്ങൾ മാറ്റിയ ശേഷമാണ് വാഹന ഗതാഗതം പൂർവ്വസ്ഥിതിയിലാക്കിയത്. തിരക്കേറിയ കട്ടപ്പന ഇടുക്കി റോഡിൽ അമിത വേഗതയും അശ്രദ്ധയും മൂലം നിരവധി അപകടങ്ങളാണ് ഉണ്ടാകുന്നത്. 4 മാസങ്ങൾക്ക് മുൻപ് ടെൻഡർ നടപടികൾ പൂർത്തിയായിട്ടും കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിലെ റോഡുകളുടെ നവീകരണം എങ്ങും എത്തിയില്ല. ടാറിംഗ് മിശ്രിതം തയ്യാറാക്കുന്നതിന് പക്മിൽ വേണമെന്ന നിബന്ധന സർക്കാർ കർശനമാക്കിയതോടെയാണ് കരാറുകാർ നിർമ്മാണം വൈകിപ്പിക്കുന്നത്. ഇതോടെ ജനങ്ങൾ ദുരിതയാത്ര നടത്തേണ്ട ഗതികേടിലാണ്. ഗ്രാമീണ റോഡുകളുടെ നവീകരണത്തിനും നിർമ്മാണത്തിനുമായി കാലാകാലങ്ങളായി സിംഗിൾ ഡ്രം പ്ലാന്റാണ് ടാറിംഗ് മിശ്രിതം തയ്യാറാക്കുന്നതിന് കരാറുകാർ ഉപയോഗിച്ചിരുന്നത്. എന്നാൽ ഇതുവഴി ടാർ അമിതമായി കത്തി നഷ്ടമാകുന്നുവെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് നിലവാരം കൂടുതലുള്ള പക്മിൽ വേണമെന്ന വകുപ്പ് എഞ്ചിനീയർമാർ ശുപാർശ ചെയ്തത്. ടാറും മിശ്രിതവും 2 ഡ്രമ്മുകളിൽ തയ്യാറാക്കി പക്മിലിൽ സംയോജിപ്പിച്ച് ഉപയോഗിക്കുന്നതാണ് രീതി. പ്ലാന്റ് വിവാദമായതോടെ പല പഞ്ചായത്തുകളിലും ഗ്രാമീണ റോഡുകളുടെ നിർമ്മാണം തടസ്സപ്പെട്ടു കഴിഞ്ഞു. കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിലെ 15 വാർഡുകളിലും റോഡ് നവീകരണം ഇക്കാരണത്താൽ എങ്ങും എത്തിയിട്ടില്ലെന്ന് ഗ്രാമപഞ്ചായത്ത് അംഗം ജോമോൻ തെക്കേൽ പറയുന്നു. മെയിൻ്റനൻസ് ഗ്രാന്റ് ഉപയോഗിച്ച് നിർമ്മാണം പൂർത്തീകരിക്കേണ്ട റോഡുകൾ 15 വാർഡുകളിലും നാളിതുവരെ പൂർത്തീകരിച്ചിട്ടില്ല. ടെൻഡർ നടപടികൾ 4 മാസം മുമ്പ് പൂർത്തീകരിച്ചിരുന്നു. ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി മുൻകൈ എടുത്തുകൊണ്ട് മാർച്ചിന് മുമ്പ് വർക്കുകൾ പൂർത്തീകരിക്കണമെന്ന ലക്ഷ്യത്തോടു കൂടിയാണ് 4 മാസം മുമ്പ് ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചത്. എന്നാൽ പുതിയൊരു ക്രമീകരണം പക്മില്ല് വേണം എന്ന് പറഞ്ഞ് ആ രീതിയിൽ ടാറിംഗ് പൂർത്തീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടതുകൊണ്ട് കോൺട്രാക്ടർമാർ പണികൾ നടത്താനായിട്ട് തയ്യാറായിട്ടില്ല. ഗ്രാമപഞ്ചായത്തിലെ 15 വാർഡുകളിലും മെയിൻ്റനൻസ് ഗ്രാന്റ് ഉപയോഗിച്ച് നിർമ്മിക്കേണ്ട റോഡുകൾ നാളിതുവരെ പൂർത്തിയായിട്ടില്ല. ഇനിയിപ്പോൾ അതിൻ്റെ പണികൾ ഇലക്ഷൻ നടപടികൾ നിലനിൽക്കുന്നതുകൊണ്ട് താമസം വരാം. സ്പിൽ ഓവർ വർക്കാക്കി മാത്രമേ പൂർത്തീകരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇപ്പോൾ എൻ്റെ വാർഡിൽ 14-ാം വാർഡിൽ വെട്ടമ്പടി കുട്ടുസിറ്റി റോഡ്, അതോടൊപ്പം ലബ്ബക്കട കുഞ്ചുമല റോഡ്, ഇതിൻ്റെ വർക്കുകൾ പെൻഡിങ്ങാണ്. ഇങ്ങനെ എല്ലാ വാർഡുകളിലും നിർമ്മാണം പൂർത്തീകരിക്കാതെ കിടക്കുന്നു. കാൽനടയാത്ര പോലും അസാധ്യമാംവിധം റോഡുകൾ തകർന്നിരിക്കുക. കോൺട്രാക്ടർമാരുടെ ഭാഗത്തു നിന്ന് അവർ ചെയ്ത വർക്കുകൾക്ക് അതിൻ്റെ ഫണ്ട് പോലും നാളിതുവരെ മാറിക്കൊടുക്കുവാനും തയ്യാറായിട്ടില്ല. മാർച്ച് 22-ന് സമർപ്പിച്ച ബില്ലുകൾ ട്രഷറിയിൽ നിന്നും തിരികെ അയച്ചിരിക്കുന്നു. കോൺട്രാക്ടർമാർക്കും ദുരിതമാണ്. ഇങ്ങനെ സമസ്ത മേഖലകളും തകർന്ന് തരിപ്പണമായിരിക്കുകയാണ്. ഗ്രാമീണ റോഡുകളുടെ നിർമ്മാണം അടിയന്തരമായിട്ട് പൂർത്തീകരിക്കുന്നതിനും സ്പിൽ ഓവർ വർക്ക് വഴിയാണെങ്കിലും പൂർത്തീകരിച്ച് അടിയന്തരമായി ഇക്കാര്യത്തിൽ ജനങ്ങളുടെ ദുരിതങ്ങൾക്ക് പരിഹാരം കാണണം. ഇല്ലെങ്കിൽ UDFിൻ്റെ നേതൃത്വത്തിൽ ശക്തമായ സമരപരിപാടികളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. ഗ്രാമീണ റോഡുകളായ വെട്ടമ്പടി, ലബ്ബക്കട, കുഞ്ചുമല റോഡ്, മറ്റപ്പള്ളി കോളനി റോഡ്, മുരിക്കാട്ടുകുടി, പാമ്പാടിക്കുടി റോഡ് തുടങ്ങിയവയ്ക്ക് മെയിൻ്റനൻസ് ഗ്രാന്റ് അനുവദിച്ചതാണെങ്കിലും ടാറിംഗ് ആരംഭിച്ചിട്ടില്ല. പക്മിൽ വേണമെന്ന നിബന്ധനയ്ക്ക് പുറമെ ട്രഷറി വഴി ബില്ല് മാറിക്കിട്ടാൻ കാലതാമസം നേരിടുന്നതും കരാറുകാരെ കുഴപ്പത്തിലാക്കിയിട്ടുണ്ട്. സമയബന്ധിതമായി നവീകരണങ്ങൾ നടത്താത്തതിനാൽ ഗ്രാമീണ റോഡുകൾ കൂടുതൽ തകർച്ചയിലേക്ക് നീങ്ങി തുടങ്ങി. കാഞ്ചിയാറിന് പുറമെ മറ്റ് തദ്ദേശ സ്ഥാപനങ്ങളിലും ഗ്രാമീണപാത നവീകരണം മുടങ്ങിക്കിടക്കുകയാണ്. കട്ടപ്പന ITI കുന്ന് ആശ്രമം പടി റോഡിന് ശാപമോക്ഷം. നാളുകളായി തകർന്നു കിടന്ന പാത 23 ലക്ഷം രൂപ ചിലവഴിച്ചാണ് നവീകരിക്കുന്നത്. ഇതോടെ മേഖലയിലെ 600ഓളം കുടുംബങ്ങളുടെ യാത്രാ ദുരിതത്തിനും പരിഹാരമാകും. 2.5 വർഷം മുമ്പാണ് കട്ടപ്പന നഗരസഭയിലെ 28-ാം വാർഡിലൂടെ കടന്നുപോകുന്ന ITI കുന്ന് ആശ്രമം പടി റോഡ് 10 ലക്ഷം രൂപ ചിലവഴിച്ച് നവീകരിച്ചത്. എന്നാൽ ഏതാനും മാസങ്ങൾക്കുള്ളിൽ അറ്റകുറ്റപ്പണി നടത്തിയ ഭാഗം തകർന്നു. പിന്നീട് മേഖലയിലെ ആളുകൾ വലിയ യാത്രാ ദുരിതമാണ് അനുഭവിച്ചിരുന്നത്. കട്ടപ്പനയിലെ ആദ്യകാല പാതകളിലൊന്നാണിത്. റോഡ് തകർന്നതോടെ നിരവധി പരാതികളും ഉയർന്നിരുന്നു. മഴക്കാലമാകുന്നതോടെ ഗർത്തങ്ങളിൽ ചെളിവെള്ളം കെട്ടിക്കിടന്ന കാൽനട യാത്ര പോലും ദുസ്സഹമായിരുന്നു. തുടർന്നാണ് പാത നവീകരിക്കാൻ 23 ലക്ഷം രൂപ അനുവദിച്ചത്. എന്നാൽ അത് ഒരു 3 മാസം കഴിയുമ്പോൾ പൊളിഞ്ഞു പോയി. അതുകൊണ്ട് നമ്മളത് ഇനിയും ചെയ്യുന്ന ഭാഗങ്ങൾ നല്ല വൃത്തിയായിട്ട് ചെയ്യുന്നതിന് വേണ്ടി ഏകദേശം MLA ഫണ്ട് ഉൾപ്പെടെ 5 ലക്ഷം രൂപ ബഹുമാനായ റോസി ഹസൻ MLAയുടെ ഫണ്ട്, അതുപോലെ തന്നെ പഞ്ചായത്തിൻ്റെ പ്ലാൻ ഫണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ശുചിത്വ മിഷൻ്റെ ഒരു 4 ലക്ഷം രൂപ, ഇങ്ങനെ മൊത്തം 23 ലക്ഷം രൂപ മുടക്കി ഈ റോഡ് ചെയ്യുന്നത്രയും ഭാഗങ്ങൾ കോൺക്രീറ്റ്, ഐറിഷ് റോഡ്, ബാക്കി ടാറിങ് ഉൾപ്പെടെ ചെയ്യുന്നതിന് തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ പണിയാണ് ഇപ്പോൾ നിർമ്മാണം നടന്നു വരുന്നത്. ഇതൊരു കാരണവശാലും ഇലക്ഷൻ കണ്ട് നടത്തുന്ന ഒരു പരിപാടിയല്ല.
ഇത് 1.5 വർഷം മുമ്പ് നമ്മൾ ഇതിൻ്റെ പുറകെ നിൽക്കുകയും 6 മാസം മുമ്പ് ടെൻഡർ ആകുകയും ചെയ്തതാണ്. ടെൻഡർ എടുത്ത ആളുകൾക്ക് എന്തോ സാമ്പത്തിക ബുദ്ധിമുട്ട് മൂലം പണി പെൻഡിങ് ആയതാണ്. കഴിഞ്ഞ ദിവസം നമ്മളിവിടുത്തെ റെസിഡൻസ് അസോസിയേഷനെ പോലും വിളിച്ചിട്ട് ഇവർക്ക് പരാതി കൊടുക്കുന്നതിന് ആലോചിക്കുകയും എന്നാൽ അവർ വീണ്ടും വരികയും നമ്മുടെ പണി തുടങ്ങുകയും ചെയ്തത്. അപ്പോൾ അത്തരം രീതിയിൽ നടക്കുമ്പം ചില ആളുകൾ പറയുന്നത് ഇലക്ഷൻ കണ്ടുകൊണ്ടാണ്. ഇലക്ഷൻ കണ്ടുകൊണ്ടേ അല്ല, ഞാൻ ഇലക്ഷൻ മത്സരിക്കാൻ വേണ്ടി ഐറ്റേക്കുന്ന ജീവിക്കാൻ വന്ന ആളല്ല. ഞാൻ ഐറ്റേക്കുന്ന ജനിച്ചു വളർന്നയാളാണ്. ഇതാരുടെയും കണ്ണിപ്പൊടിക്കാൻ വേണ്ടിയല്ല. നമ്മൾ ഒരു പണി വൃത്തിയായിട്ട് ചെയ്യണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് 23 ലക്ഷം രൂപ ഒന്നിച്ച് സമാഹരിച്ച് ഈ വർക്ക് ചെയ്യുന്നത്. റോഡ് പൂർണ്ണമായി തകർന്ന ഭാഗങ്ങളിൽ ടാറിംഗ് നടത്തുകയും ബാക്കിയുള്ള ഭാഗങ്ങളിൽ അറ്റകുറ്റപ്പണികളുമാണ് നടത്തുന്നത്. 3 ഇടങ്ങളിലായി 27 മീറ്റർ, 10 മീറ്റർ, 50 മീറ്റർ എന്നീ കണക്കുകളിൽ കോൺക്രീറ്റ് പണികളും ആരംഭിച്ചു. ഉടൻ തന്നെ ടാറിംഗ് നടപടികൾ കൂടി പൂർത്തിയാക്കാനാണ് അധികൃതർ ലക്ഷ്യമിടുന്നത്. റോഡ് നിർമ്മാണം പൂർത്തിയാകുന്നതോടെ മേഖലയിലെ 600ഓളം കുടുംബങ്ങൾ നേരിട്ടിരുന്ന യാത്രാ ദുരിതത്തിനും പരിഹാരമാകും. അതേസമയം റോഡ് നിർമ്മാണം തടസ്സപ്പെടുത്താൻ ചിലർ അനാവശ്യ പരാതികളുമായി രംഗത്ത് വരുന്നുണ്ടെന്നും പ്രദേശവാസികൾ പറയുന്നു. ഉപ്പുതറ ആനപ്പള്ളം നിവാസികളുടെ ബസ് യാത്ര എന്ന സ്വപ്നം യാഥാർത്ഥ്യമാകുന്നു. വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ ഉപ്പുതറ 3-ാം ഡിവിഷനിൽ നിന്നും ബസ് സർവീസ് ആരംഭിച്ചു. നാട്ടുകാരുടെയും എൻ്റെ ഗ്രാമം വാട്സാപ്പ് കൂട്ടായ്മയുടെയും ശ്രമഫലമായിട്ടാണ് ബസ് സർവീസ് ആരംഭിച്ചത്. നാളുകളുടെ കാത്തിരിപ്പിനൊടുവിലാണ് ആനപ്പള്ളത്തു നിന്നും ബസ് സർവീസ് ആരംഭിച്ചത്. വർഷങ്ങൾക്ക് മുൻപ് ബസ് സർവീസ് ഉണ്ടായിരുന്നെങ്കിലും റോഡിന്റെ ശോചനീയാവസ്ഥ മൂലം സർവീസുകൾ അവസാനിപ്പിക്കുകയായിരുന്നു. ജയകൃഷ്ണ എന്ന സ്വകാര്യ ബസ്സാണ് സർവീസ് ആരംഭിച്ചിരിക്കുന്നത്. രാവിലെ 7:30 കമ്പനിക്കടയിൽ നിന്നും 9 ഏക്കർ വഴി ഉപ്പുതറയിലേക്കും തിരിച്ച് ഉപ്പുതറയിൽ നിന്നും വൈകിട്ട് 6:45 കമ്പനിക്കടയിലേക്കുമാണ് സർവീസ്. ഈ നാട്ടിൽ വളരെ അധികം ഞാൻ ജനിച്ചു വളർന്നിട്ട് 57 വർഷമായി. ഇതുവരെ നടക്കാത്ത ഒരു കാര്യമാണ് ഈ ബസ് ഈ നാട്ടിലേക്ക് വന്നത്. ഈ നാട്ടിലെ എല്ലാ ജനങ്ങൾക്കും അതൊരു ഉപകാരമാണ്. അവരുടെ എല്ലാം നമ്മളിവിടുന്ന് കടന്നുപോയി ഉപ്പുതറ വരെ പോകുന്നത് 100 രൂപ മുടക്കിയാണ് പോയിക്കൊണ്ടിരുന്നത്. അത് ഒരു 15 രൂപയ്ക്ക് ഉപ്പുതറയിൽ പോകുന്ന ഒരു സംവിധാനം ഉണ്ടായതിൽ ഈ നാട്ടിലെ എല്ലാവർക്കും അതൊരു നന്ദി. എല്ലാവർക്കും അതൊരു അനുഗ്രഹമാണ്. ഈ നാടിൻ്റെ ഒരു വികസനമാണ് ഞങ്ങൾ കണക്ക് കൂട്ടുന്നു. ബസ് സർവീസ് ഇല്ലാതിരുന്നത് മൂലം സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെ ട്രിപ്പ് വാഹനങ്ങളെയായിരുന്നു ആശ്രയിച്ചിരുന്നത്. നിലവിൽ ദിവസം 2 സർവീസ് ആരംഭിച്ചെങ്കിലും KSRTC സർവീസും ആരംഭിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. എൻ്റെ ഗ്രാമം വാട്സാപ്പ് ഗ്രൂപ്പിന്റെയും നാട്ടുകാരുടെയും ശ്രമഫലമായിട്ടാണ് ബസ് സർവീസ് പുനരാരംഭിച്ചിരിക്കുന്നത്. വണ്ടിപ്പെരിയാർ പശുമല എസ്റ്റേറ്റ് 1-ാം ഡിവിഷൻ അരുൾമികു ശ്രീ ഗൗമാരിയമ്മൻ ക്ഷേത്ര മഹോത്സവത്തിന് കൊടിയിറങ്ങി. തോട്ടം മേഖലകളിലെ ക്ഷേത്രങ്ങളിൽ നടന്നുവരുന്ന പരമ്പരാഗത ദേവീ വഴിപാടായ ആഴിയിറങ്ങൽ ചടങ്ങിൽ നിരവധി ഭക്തർ പങ്കെടുത്തു. അരുൾമികു ശ്രീ ഗൗമാരിയമ്മൻ ക്ഷേത്രത്തിൽ 3 ദിവസങ്ങളായി നടന്നു വന്നിരുന്ന മഹോത്സവത്തിനാണ് കൊടിയിറങ്ങിയത്. ഏപ്രിൽ 13 ശനിയാഴ്ച പുലർച്ചെ പള്ളിയുണർത്തലിനു ശേഷം ഉത്സവദിന വിശേഷാൽ പൂജകൾ നടന്നു. തുടർന്ന് രാവിലെ 9 മണിയോടുകൂടി പശുമല വനപ്പേച്ചിയമ്മൻ ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച മുളപ്പാരി തീച്ചട്ടി ഘോഷയാത്ര ക്ഷേത്രാങ്കണത്തിൽ എത്തി. തുടർന്ന് 10:30 ആഴിപൂജ ആരംഭിച്ചു. വൈകിട്ട് 4 മണിയോടുകൂടി പശുമല ആറ്റോരം ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും വാദ്യമേളകളുടെ അകമ്പടിയോടെ ഘോഷയാത്ര ക്ഷേത്രാങ്കണത്തിലെത്തി. തുടർന്ന് തോട്ടം മേഖലകളിലെ ക്ഷേത്രങ്ങളിൽ അനുഷ്ഠിച്ചു വരുന്ന പരമ്പരാഗത വഴിപാടായ ആഴിയിറക്കം നടന്നു. ക്ഷേത്രത്തിൽ ഉത്സവത്തിന് കൊടിയേറിയ ദിനം മുതൽ വ്രതമെടുത്ത് കാപ്പ് കിട്ടിയ ഭക്തർ തങ്ങളുടെ കുടുംബരക്ഷയ്ക്കും നാടിന്റെ രക്ഷയ്ക്കുമായി നിറവേറ്റുന്ന ദേവീ പ്രസാദ നേർച്ചയാണ് ആഴിയിറക്കം. ഉത്സവാഘോഷങ്ങളിൽ പങ്കെടുക്കുവാനായി എത്തിയവർക്ക് മഹാ അന്നദാനവും നടന്നു. സമാപന ദിവസമായ ഞായറാഴ്ച ദേവിക്ക് പൊങ്കാല സമർപ്പണത്തിന് ശേഷം പശുമല മുനിയാണ്ടി ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച കാവടി, പാൽക്കുടം, ശൂലം കുത്തൽ, അമ്മൻകുടം എന്നിവ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ വനപ്പേച്ചിയമ്മൻ ക്ഷേത്രത്തിൽ എത്തി തിരികെ മാരിയമ്മൻ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. തുടർന്ന് ഭക്തർ വ്രതമെടുത്ത് ക്ഷേത്രത്തിലെത്തിച്ച അമ്മൻകുടം, ആഴികരകം, മുളപ്പാരി എന്നിവ പെരിയാർ നദിയിൽ നിമജ്ജനം ചെയ്തു. ക്ഷേത്ര കമ്മിറ്റി കൺവീനർ M. കൃഷ്ണൻ, സെക്രട്ടറി M. ചിന്നാമണി, ജോയിന്റ് സെക്രട്ടറിമാരായ C. രാമർ, ഇന്ദു രാജ, ട്രഷറർ P. ചീനിസ്വാമി തുടങ്ങിയവർ ഉത്സവാഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത്
പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. കുടിവെള്ള പദ്ധതിയിൽ ആവശ്യത്തിന് വെള്ളമുണ്ടെങ്കിലും വൈദ്യുതി കണക്ഷൻ ഇല്ലാത്തതിനാൽ ശുദ്ധജലം ലഭിക്കാത്ത അവസ്ഥയാണ് നെടുങ്കണ്ടം DFO മെട്ട നിവാസികളുടേത്. പദ്ധതി സ്ഥിതി ചെയ്യുന്ന പ്രദേശത്ത് വൈദ്യുതി കണക്ഷൻ ലഭ്യമാവാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം. 50-ലധികം കുടുംബങ്ങളാണ് കുടിവെള്ളത്തിനായി ബുദ്ധിമുട്ടുന്നത്. ഏതാനും വർഷങ്ങൾക്ക് മുൻപ് വരെ മികച്ച രീതിയിൽ പ്രവർത്തിച്ചിരുന്ന പദ്ധതിയാണ് DFO കാർഡ് കുടിവെള്ള പദ്ധതി. മുൻപുണ്ടായിരുന്ന ഡീസൽ മോട്ടോർ കേടുവന്ന് പ്രവർത്തനരഹിതമായതോടെ വൈദ്യുതി മോട്ടോർ സ്ഥാപിച്ചതോടെയാണ് ജലവിതരണം മുടങ്ങിയത്. പുതിയ മോട്ടോർ സ്ഥാപിച്ചെങ്കിലും പദ്ധതി സ്ഥിതി ചെയ്യുന്ന പ്രദേശത്ത് വൈദ്യുതി എത്തിക്കാൻ ചില പ്രദേശവാസികൾ അനുമതി നൽകാതെ വന്നതോടെ പദ്ധതി താളം തെറ്റി. ഡീസൽ മോട്ടോർ വെച്ചാണ് നമ്മൾ വെള്ളം എടുത്തുകൊണ്ടിരുന്നത്. ഡീസൽ മോട്ടോർ കേടായി പോവുകയും പിന്നീട് അത് കറണ്ട് മോട്ടോർ ഉപയോഗിക്കാം എന്ന് അറിയിക്കുകയും കറണ്ട് മോട്ടറും അതിന് വേണ്ട ഓസും പൈപ്പ് കണക്ഷനും എല്ലാം സംവിധാനങ്ങളും എത്തിക്കുകയും ചെയ്തു. ഇവയൊക്കെ ഉണ്ടെങ്കിലും ഇവിടെ കറണ്ട് ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ കറണ്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ മെമ്പറോട് വേറെ വെള്ള പദ്ധതി ഒന്നുമില്ലാതെ വെള്ളത്തിന് അതിരൂക്ഷമായിട്ട് ക്ഷാമം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് സിജോയുടെ മെമ്പറോട് ഇങ്ങനെ സംസാരിച്ച് വെള്ളം നമുക്ക് വേറെ ഇല്ല, അപ്പോൾ ഇത് എടുക്കുന്നതിന് എന്താ സംവിധാനം എന്ന് ചോദിച്ചപ്പോൾ സിജോ മെമ്പർ പറയുണ്ടായി, ഇവിടുത്തെ ഈ കുളത്തിന്റെ ഇരുഭാഗത്തും താമസിക്കുന്ന ഇവിടുത്തെ ഉടമസ്ഥരോട് 2 കൂട്ടരോടും ഇവിടുത്തെ ഗുണഭോക്താക്കളും ആളുകളും കൂടി സംസാരിച്ച് കറണ്ട് വലിക്കുന്നതിനുള്ള ഒരു സംവിധാനം ഒരുക്കി തരികയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ കുടിവെള്ളം നിങ്ങൾക്ക് ഉപയോഗപ്രദമാക്കി തരാം എന്നാണ് കഴിഞ്ഞ ദിനങ്ങളിൽ എന്നോട് സംസാരിച്ചത്. അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഗുണഭോക്താക്കൾ മാത്രമല്ല ഞങ്ങളുടെ കൂടെ പഞ്ചായത്തിന്റെ മെമ്പർ എന്ന നിലയ്ക്കും അതുപോലെ തന്നെ പഞ്ചായത്തിന്റെ 2 വാർഡിലെ, കാരണം ഈ കുളം 3-ാം വാർഡിലാണ്, 3-ലെ മെമ്പറും 21-ലെ മെമ്പറും എല്ലാവരും കൂടെ സഹകരിച്ച് ഞങ്ങൾക്ക് ഈ വെള്ളം എടുക്കാനുള്ള സംവിധാനം എത്രയും പെട്ടെന്ന് ഒരുക്കി തരണം. അതാണ് ഇവിടുത്തെ ജനങ്ങളുടെ ആവശ്യം. നിലവിൽ കുടിവെള്ളം വൻ വില കൊടുത്ത് വാങ്ങേണ്ട ഗതികേടിലാണ് ഗുണഭോക്താക്കൾ. വൈദ്യുതി എത്തിക്കുന്നതിനുള്ള തടസ്സങ്ങൾ നീക്കാൻ പഞ്ചായത്ത് കൃത്യമായ ഇടപെടൽ നടത്തുന്നില്ലെന്നും ആരോപണം ഉയരുന്നുണ്ട്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ഇനി കമ്പോള വില നിലവാരം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. കുമളി സ്പൈസ്മോർ ട്രേഡിംഗ് കമ്പനി ഏലക്ക ലേല വിവരം. ആകലോട്ട് 212, വിൽപ്പനയ്ക്ക് വന്നത് 57,768, വിൽപ്പന നടന്നത് 57,440, കൂടിയ വില 2,318, ശരാശരി വില 1,639. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 570 രൂപ, ഏലം കൂടിയ വില 1,650, ഏലം ശരാശരി വില 1,300. കാപ്പിപ്പരിപ്പ് 325, ഗ്രാമ്പു 925, കൊക്കോ 220, റബ്ബർ 180. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 6,705 രൂപ, വെള്ളി 86. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. അടിമാലിയിൽ വയോധികയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ സംഭവത്തിലെ പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി പോലീസ് തെളിവെടുപ്പിനെത്തിച്ചു. പ്രതികളായ അലക്സിനെയും കവിതയെയും കഴിഞ്ഞ ദിവസം പോലീസ് കസ്റ്റഡിയിലെടുത്തത് പാലക്കാട് നിന്ന്. മോഷണ ശ്രമത്തിനിടെയാണ് പ്രതികൾ വയോധികയായ ഫാത്തിമയെ കൊലപ്പെടുത്തിയതെന്ന് ജില്ലാ പോലീസ് മേധാവി TK വിഷ്ണുപ്രദീപ്. കുമളിയിൽ നടന്ന വാഹനാപകടത്തിൽ 2 യുവാക്കൾക്ക് ദാരുണാന്ത്യം. മരിച്ചത് വണ്ടിപ്പെരിയാർ കന്നിമാർച്ചോല സ്വദേശികളായ അജയ്, സന്തോഷ് എന്നിവർ. അപകടം കുമളി ഹോളിഡേ ഹോമിന് സമീപം ജീപ്പും ബൈക്കും തമ്മിൽ കൂട്ടിയിടിച്ച. ഉപ്പുതറ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ പല ദിവസങ്ങളിലും ഡോക്ടർമാരില്ലെന്ന് പരാതി. ഡോക്ടർമാരുടെ അഭാവം പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് ദിവസേന 100 കണക്കിന് ആളുകൾ ആശ്രയിക്കുന്ന ആശുപത്രിയിൽ.
കുടിവെള്ള പദ്ധതിയിൽ ആവശ്യത്തിന് വെള്ളമുണ്ടെങ്കിലും വൈദ്യുതി കണക്ഷൻ ഇല്ലാത്തതിനാൽ ശുദ്ധജലം ലഭിക്കാത്ത അവസ്ഥയിൽ നെടുങ്കണ്ടം DFO മിട്ട നിവാസികൾ. പ്രതിസന്ധിക്ക് കാരണം പദ്ധതി സ്ഥിതി ചെയ്യുന്ന പ്രദേശത്ത് വൈദ്യുതി കണക്ഷൻ ലഭ്യമാവാത്തത്. കുടിവെള്ളത്തിനായി ബുദ്ധിമുട്ടുന്നത് 50-ലധികം കുടുംബങ്ങൾ. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.